നമസ്കാരം. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി നാളെ സന്ദർശനം നടത്തും. കൽപ്പറ്റ SKMG സ്കൂളിൽ ഹെലികോപ്റ്ററിലെത്തുന്ന പ്രധാനമന്ത്രി ചൂരൽമലയും മേപ്പാടിയിലെ ക്യാമ്പും സന്ദർശിക്കും. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവോടെ കൂടുതൽ കേന്ദ്ര സഹായം ലഭ്യമാകുമോ എന്നതാണ് ആകാംക്ഷ. അതിനിടെ ഇന്ന് വൈത്തിരി, ബത്തേരി താലൂക്കുകളിൽ പലയിടത്തും അസാധാരണ മുഴക്കവും പ്രകമ്പനവും ഉണ്ടായത് ജനങ്ങളെ ഭീതിയിലാക്കി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കേന്ദ്രം കനിയുമോ? വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമാകുമോ? കേരളത്തിന് കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കുമോ? പുനരധിവാസത്തിനുള്ള പദ്ധതി എന്താണ്? ഈ ചർച്ചയിൽ ശ്രീ പി യുദാസ് സോയിൽ സയന്റിസ്റ്റാണ്. അദ്ദേഹം വയനാട്ടിൽ നിന്ന് ചേരും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPIM, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ശ്രീ P ശ്യാംരാജ് BJP എന്നിവരും. വളരെ ചെറിയൊരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ പി യുദാസ്, ഇന്ന് വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ ദുരന്തം നടന്നിട്ടുള്ള മുണ്ടക്കൈയിൽ അടക്കം അസാധാരണമായ മുഴക്കം അനുഭവപ്പെടുകയും ചില ആളുകൾക്കൊരു കമ്പനം അനുഭവപ്പെടുകയും ചെയ്തു. അത് മറ്റ് ചില ഇടങ്ങളിൽ നിന്നും, കോഴിക്കോടിൻ്റെ മലയോരങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഭൂകമ്പ മാപിനിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് സിസ്മോളജിസ്റ്റുകൾ പറയുന്നു, ഭൗമശാസ്ത്രജ്ഞർ പറയുന്നു. ഇതെന്ത് പ്രതിഭാസമാണ്? എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതുണ്ടോ? റിപ്പോർട്ട് പ്രകാരം ഇതൊരു ഭൂകമ്പം എന്നുള്ള രൂപത്തിൽ കാണാൻ കഴിയില്ല, ഒരു ഭൂകമ്പമല്ല എന്നുള്ള വളരെ വ്യക്തമായിട്ട് തന്നെ അവരറിയിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ, വലിയ തോതിലുള്ള വലിയ റേറ്റിലുള്ള ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാം. വളരെ സങ്കീർണമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ നടക്കുന്ന ഇത്തരം സങ്കീർണമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ വളരെയധികം ആശങ്ക തന്നെയാണ് എല്ലാവർക്കും, വിശേഷിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുണ്ട്, ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ വയനാട് മാത്രമല്ല ഇത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. താരതമ്യേന ചരിവ് കുറഞ്ഞ നിരന്ന സ്ഥലങ്ങളിലും, ഒറ്റപ്പാലം പോലുള്ള സ്ഥലങ്ങളിലും, പാലക്കാട് ജില്ലയുടെ അലനല്ലൂർ പോലുള്ള സ്ഥലങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു വ്യക്തത, വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തേണ്ടതിന്റെ ഒരു ആവശ്യത്തിലേക്കാണ് വിരലിച്ചുകൊണ്ട്. ഇപ്പൊ വയനാട് നമ്മൾ ആദ്യത്തെ വാർത്ത കേട്ട സമയത്ത് ഭൂകമ്പമല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ഉറപ്പ് വന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിച്ചപ്പോ ഇടയ്ക്കൽ ഗുഹയോട് ചേർന്ന പ്രദേശം, അമ്പുകുത്തി മലയുടെ കിഴക്കൻ ചെരുവിൽ ഇന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകമ്പനം കേട്ടതെന്ന് പറയും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 2019 അവിടെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെയാണ് മറ്റൊന്ന് സുഗന്ധഗിരി, പുഴുതല പഞ്ചായത്തിലെ സുഗന്ധഗിരിയിലും പ്രകമ്പനം കേട്ടു എന്ന് പറഞ്ഞു, ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അത് അവിടെ നോക്കുമ്പോഴും അവിടെ 2020 അവിടെ ഒരു വലിയൊരു ക്രാക്ക് ഉണ്ടായിട്ടില്ല, ക്രാക്കും ഒരു ഗർത്തമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാകും. മറ്റൊരു സ്ഥലം പറയുന്നത് പുഴുതല പഞ്ചായത്തിലെ തന്നെ നേരത്തെ 2018 ഉരുൾപൊട്ടിയ കുറിച്ചൽ മലയുടെ താഴ്ഭാഗത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ് ഇതുപോലെ ശബ്ദം കേട്ടതും പ്രകമ്പനം. അവിടെയും ഉരുൾപൊട്ടലിന്റെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഭാസത്തിന്റെ പ്രത്യാഘാതമാണോ, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണോ എന്നുള്ള രൂപത്തിലാണ് ആദ്യം ചിന്തിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും പൈപ്പിംഗ് പ്രതിഭാസം വളരെ രൂക്ഷമായിട്ട് വയനാടിന്റെ പരിസ്ഥിതിയെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈപ്പിംഗ് പ്രതിഭാസം നമുക്കറിയാം. ആ പൈപ്പിംഗ് കുറേയും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചില കേവുകൾ എന്നുള്ള രൂപത്തിലേക്ക് പോകും. കേവുകൾ, അതായത് ചെറിയ ചെറിയ ഗുഹകളെ പോലെ അതിലേക്കുള്ള വലിയൊരു ഓവർ ബെഡനായിട്ടുള്ള അതിന്റെ മുകളിലുള്ള പാറയോ മണ്ണോ വീണതാണോ എന്നുള്ള ഒരു ധാരണ, ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം അങ്ങനെയായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, അവിടെ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്, ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ തിരുവത്ര എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും കേവലം ഒരു 10 മീറ്റർ മാത്രം ഉയരത്തിലുള്ള സ്ഥലമാണ്. അത്തരത്തിലുള്ള സമതല പ്രദേശങ്ങളിൽ പോലും ഇത് ബാധിച്ചിരിക്കുന്നത് കുറേയും കൂടിയും ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന്റെ ഒരു ശ്രദ്ധയിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടാവാൻ ചില സാഹചര്യം ഉരുൾപൊട്ടൽ മാത്രമാകണമെന്നില്ല. പശ്ചിമഘട്ടത്തിന്റെ മലനിരകളിൽ വലിയ തരത്തിലുള്ള സബ്സിഡൻസ്, ഭൂമിക്കടിയിൽ തന്നെ കുന്നിന്റെ അകത്ത് തന്നെ ചുരുങ്ങിയ സമയത്ത് അതിതീവ്ര മഴ പെയ്തതിന്റെ ഭാഗമായിട്ട് മഴ കുടിച്ചു കുതിർന്ന കുന്നുകളിന്റെ ഉൾഭാഗത്ത് തന്നെ വലിയ സബ്സിഡൻസ് ചിലപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ കണ്ടുവന്നില്ല, സബ്സിഡൻസ് സംഭവിക്കാം. ആ സബ്സിഡൻസിന്റെ ഒരു സബ്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വലിയൊരു പ്രദേശം ഭൂമിക്കടിയിൽ ഇരുന്ന് അകത്തേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം.
അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഒരു മർദ്ദം ഉണ്ടായേക്കാം. ആ മർദ്ദം വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ അത് കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ തന്നെ പല ഭാഗത്തേക്കും ആക്ട് ചെയ്യാനായിട്ടുള്ള അല്ല സാധ്യത. അത് അതിന്റെ ശ്രീ ഭാഗമായി ദാസ് അത് ഏതെങ്കിലും തരത്തിലൊരു മുന്നറിയിപ്പായി കാണേണ്ടതാണോ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഭൗമശാസ്ത്ര പ്രതിഭാസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതായത് ഇത് ആദ്യം ഒരു മുഴക്കം ഉണ്ടാവുക, പിന്നീട് എന്തെങ്കിലും ഒരു ഒരു ഭൗമ പ്രതിഭാസം ഉണ്ടാവുക, അങ്ങനെ ഒരു പ്രീസിഡൻസ് ഉണ്ടോ? നമ്മുടെ ഈ ഇന്ത്യയിൽ ഇത്തരത്തിലെ കേസുകളോ കേരളത്തിലോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലെ മുഴക്കങ്ങളും അതിനെ തുടർന്നിട്ടുള്ള ആഘാതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് കാണാം നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇത് പക്ഷെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഇത് ആവർത്തിച്ചു വരികയാണെങ്കിൽ, ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ എത്രയും പെട്ടെന്ന് ജനങ്ങളെ ഇവാക്വേറ്റ് ചെയ്യേണ്ടതിന്റെ ഒരു സ്ഥിതിവിശേഷം. പക്ഷെ ഇത് വളരെ നേരിയ തോതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേവലം സെക്കൻഡുകൾ മാത്രമേ ഇത് നീണ്ടുന്നുള്ളൂ, പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്, ആവർത്തിച്ചു വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തിയത്, പൊതുവെ ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴുള്ള വിലയിരുത്തിയത്, ആവർത്തിച്ചു വരികയാണെങ്കിൽ അടിയന്തരമായിട്ട് ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതിരിക്കുന്നു. പക്ഷെ ആവർത്തിച്ച ഒരു സാഹചര്യം. പക്ഷെ ജനങ്ങൾക്ക് തുടക്കത്തിൽ ഒരു ഭീതി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരെയും ബോധ്യപ്പെടുത്തി പേടിക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറെ സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ഇപ്പോ ജനങ്ങൾക്ക് ആശങ്ക എന്നുള്ള മാത്രമല്ല, ഇതിനൊരു എന്താണ് ഇതിന്റെ റീസൺ, ഇതിന്റെ കാരണം, മറ്റൊരു വാക്കിലൊരു കാരണം ഇതിന് എന്താണെന്ന് കണ്ടെത്താനായിട്ടുള്ള വലിയ അന്വേഷണങ്ങൾ നടത്താൻ, വലിയ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അവിടെ ഇപ്പോ ഈ ചാവക്കാട് മേഖലയിൽ അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് സാധാരണ നിലയിൽ ഇപ്പോൾ പശ്ചിമഘട്ട പർവ്വത നിരകളിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഭൗമ പ്രതിഭാസം എന്നുള്ളതിന് അപ്പുറത്ത് ഇത് പ്ലെയിൻസിലേക്കും ഇതിന്റെ ഒരു തരത്തിലുള്ള പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായി എന്ന് വരുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം കൂടുകയല്ലേ? കൂടുകയാണ്. അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലിവേഷൻസ് ആണ്. ഇപ്പോ ഞാൻ പറഞ്ഞ തിരുവത്ര എന്ന് പറയുന്നത്, ചാവക്കാടിന്റെ തിരുവത്ര എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും മാക്സിമം ഒരു 10 മീറ്ററിൽ താഴെ നിൽക്കുന്ന സ്ഥലമാണ്. അതേ സമയത്ത് നമ്മളുടെ അമ്പുകുത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം 800 മീറ്ററോളം വരുന്നതാണ്. നമ്മുടെ മുണ്ടക്കൈ ഉരുൾപൊട്ടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 മീറ്ററിന് അടുത്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ അതുപോലെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞാണെന്ന് വെച്ചാലും ഏകദേശം 700-ന് മുകളിൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള എലിവേഷൻ, സമുദ്രനിരപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉയരത്തിൽ നിൽക്കുന്ന വളരെ താഴ്ന്ന സ്ഥലവും കേരളത്തിന്റെ വളരെ ഉയർന്ന സ്ഥലങ്ങളിലും ഒരുപോലെ ആഘാതം ഉണ്ടാക്കാവുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മളുടെ ഈ പറയുന്ന പശ്ചിമഘട്ടത്തിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു പഠനം നടത്തേണ്ട ഒരു സാഹചര്യമാണ് തോന്നിയിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് പോലും ഭയമുണ്ടാക്കാവുന്ന രൂപത്തിലാണ് ഇപ്പൊ ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത്, ഇതിന്റെ ദൈർഘ്യം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ, ഏതാനും സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇനി അതിനെക്കുറിച്ച് വലിയ കൂടുതലായിട്ടുള്ള ആഘാതങ്ങൾ ഇപ്പോൾ ഉണ്ടാവില്ല എന്നൊരു പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വീണ്ടും ഇതുപോലുള്ള ഒരു അതിതീവ്ര മഴ വരികയോ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ റെക്കോർഡ്സിൽ കാണാറുണ്ട്, ഉരുൾപൊട്ടലിന്റെ പ്രഷറിന്റെ ഒരു ആഘാതം, പുറത്തേക്ക് എടുക്കുന്ന ഒരു മർദ്ദം, ആ പുറത്തേക്ക് എടുക്കുന്ന മർദ്ദത്തോടൊപ്പം തന്നെ അതിന്റെ ഉള്ളിൽ അതിന്റെ ചുറ്റുപ്രദേശങ്ങളിൽ അതിനോട് ചേർന്ന് ഒരു കൃത്യമായിട്ടുള്ള വേവ് ലെങ്തിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലോ വലിയ മർദ്ദം പല ഭാഗങ്ങളിലേക്കായി നീങ്ങുകയും ആ മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ചില ഡാമേജസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ, സ്ഥാനചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനചലനം സംഭവിക്കാൻ സാധ്യതയുള്ള ഭൂമിക്കടിയിലുള്ള പാറകൾ വന്ന് വീഴുന്ന വെള്ളഗർത്തത്തിലേക്ക് വീഴുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ഒപ്പം തന്നെ അതിനകത്തുള്ള ഉള്ളൊഴുക്കുകളുണ്ട്, മണ്ണിനകത്തുള്ള ഉള്ളൊഴുക്കുകളുടെ, അതായത് ജലപ്രവാഹത്തിന്റെ ഗതി തന്നെ മാറ്റി പോകുന്ന സ്ഥിതിവിശേഷം. അപ്പൊ നമുക്ക് വയനാട്ടിലൊക്കെ പലരും പറയുന്നിട്ടുണ്ട്, കിടക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് ജലപ്രവാഹത്തിന്റെ ശബ്ദം കേട്ടിരുന്നു, ഇപ്പൊ അത് കേൾക്കാനില്ല എന്നൊക്കെ നേരത്തെ പല അനുഭവങ്ങൾ പറയുന്നത്. അതൊക്കെ ഇതിനകത്തുള്ള ഉള്ളൊഴുക്കുകളുടെ ഒരു ഗതി മാറുന്നതോ ഉള്ളൊഴുക്കുകളുടെ സ്വഭാവം അനുസരിച്ചുണ്ടാവുന്നതാണ്. ഇപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഉള്ളൊഴുക്കുകളെയും ഇതിനകത്തുള്ള അടിത്തട്ടിലുള്ള പാറകളെയും അതിന്റെ സ്ഥാനം മാറ്റുന്ന ഒരു പ്രക്രിയ വളരെ വ്യാപകമായിട്ട് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശബ്ദമോ അതിന്റെ തരംഗങ്ങളുടെ ഭാഗമായിട്ടുള്ള അതിന്റെ ഒരു എക്കോ, ഒരു പ്രതിധ്വനിയ എന്നുള്ള രൂപത്തിലേക്ക് തന്നെയാണ് ഇതിനെ കാണാനുള്ളത്. തീർച്ചയായും ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. അദ്ദേഹം ദുരന്ത സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു. ഇതിനോടകം സംസ്ഥാനവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നാണ്. പക്ഷേ ദേശീയ ദുരന്തം എന്ന ഒരു കാറ്റഗറി ഇല്ല, അങ്ങനെ ഉള്ള ഒരു പതിവ് കഴിഞ്ഞ UPA-യുടെ ഭരണകാലം മുതൽ ഇല്ല എന്നുള്ളതാണ് അതിന് ഭരണകൂടത്തിൻ്റെ മറുപടി. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് അതിൻ്റെ പുനരുദ്ധാരണത്തിന് കൂടുതൽ സഹായം വേണം, കേന്ദ്രത്തിൻ്റെ സഹായം വേണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഒരു അന്തിമ രൂപം നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ?
ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിലും അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തിൻ്റെ ആഘാതം അത് തീവ്രമാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാനും പഠിക്കാനുമായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി മിസ്റ്റർ രാജീവ് കുമാറിനെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേതൃത്വമുള്ള സംഘം ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തെക്കുറിച്ച് പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ചെന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ദുരന്തത്തിൻ്റെ അതിതീവ്ര സ്വഭാവം, ഇതിൻ്റെ ഗ്രാവിറ്റി, ഇതുണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങൾ, നഷ്ടങ്ങൾ, ഇതിനെയെല്ലാം സംബന്ധിച്ച പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് സ്വാഭാവികമായിട്ട് എന്താണ് നിയമവ്യവസ്ഥ ചെയ്യുന്നത് പോലെ അതിതീവ്രമായ ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. സമീപകാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആൾനഷ്ടവും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് തീവ്ര ദുരന്തത്തെയാണ് നമ്മുടെ നിയമമനുസരിച്ച് നമ്മൾ ദേശീയ ദുരന്തമായി, അതായത് ഒരു സംസ്ഥാന സർക്കാരിനോ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ പരിഹരിക്കാനാവാത്ത, കോർഡിനേറ്റ് ചെയ്യാനാവാത്ത പുനരധിവാസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള ദുരന്തത്തിൻ്റെ ഒരാഘാതം വരുമ്പോഴാണ്, ദുരന്തം വ്യാപ്തി കൂടിയതാകുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അത് ദേശീയ ദുരന്തമാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അതിൻ്റെ ഗൗരവത്തിൽ കാണും. വളരെ അനുകൂലമായൊരു നിലപാട് പ്രധാനമന്ത്രിയുടെ നാളത്തെ പര്യടനത്തോടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ ഇവിടെ പി യുദാസ് പറഞ്ഞല്ലോ, വയനാടിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ദുർബലത നമ്മളെയൊക്കെ പേടിപ്പിക്കുന്നതാണ്. അത് വയനാടിൻ്റെ മാത്രമല്ല, പശ്ചിമഘട്ട മലനിരകളാകെ, ആ മലനിരകളുടെ സമതലങ്ങളായി കിടക്കുന്ന ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ കോഴിക്കോട് നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ നിലനിൽപ്പിനെ ഇത്തരം ഉരുൾപൊട്ടലുകളുടെ തുടർച്ച എങ്ങനെയാണ് ആഘാതമേൽപ്പിക്കുന്നത് എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വിദഗ്ധന്മാരും ജനകീയ സാമൂഹ്യ പാരിസ്ഥിതിക പ്രവർത്തകരുമൊക്കെ അതീവ ഗൗരവത്തോടെ ആലോചിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾക്ക് പുനരധിവാസം ഉൾപ്പെടെയുള്ള പുനരധിവാസം എന്ന് പറയുന്നത് പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെ പശ്ചിമഘട്ട മേഖലയുടെ ദുർബലതയ്ക്ക് കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽപ്പെട്ട 100-700 കുടുംബങ്ങളുടെ മാത്രമല്ല ഇപ്പോൾ വയനാടിനെക്കുറിച്ച് ഹ്യൂമൻ സെൻ്ററും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പഠനങ്ങളുടെയൊക്കെ ഒരു പൊതു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ സമഗ്രമായ പഠനങ്ങൾ നടത്തും. അതിൻ്റെ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാവും. ആ രീതിയിലുള്ള ഒരു സൂചന നൽകുന്ന പ്രസ്താവന നാളത്തെ പര്യടനത്തോടു കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ പി ശ്യാംരാജ്, പ്രധാനമന്ത്രി നാളെ എത്തുകയാണ്. വിദഗ്ധ സംഘം ഇതിനോടകം തന്നെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചൊരു പഠനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. അതിൽ പൂർണ്ണമായും അതിൻ്റെ കാഷ്വാലിറ്റി നമുക്ക് ബോധ്യമായിട്ട് പോലുമില്ല. നാശനഷ്ടം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. അപ്പോൾ അഭൂതപൂർവമായ ഒരു പ്രതിസന്ധിയെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അത് നേരിട്ട് വിലയിരുത്താൻ എത്തുന്നു. തുടർന്ന് വളരെ അനുഭാവപൂർണ്ണമായ സമീപനം കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ? കാരണം ഇത് കേരളത്തെ സംബന്ധിച്ച് മാത്രം കൂട്ടിയാൽ കൂടുന്ന കാര്യമേ അല്ല. അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്ന ഈ ക്യാപ്ഷൻ്റെ ഒരു ടെക്നിക്കൽ വിഷയം കൂടി നിങ്ങൾ പറഞ്ഞു തരുന്നതിന് ഞാൻ പറയാം. ഒന്ന്, ദേശീയ ദുരന്തം എന്നൊരു വാക്ക് നമ്മുടെ ഈ സംവിധാനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ കേരളം മാത്രമല്ല, പൊതുവെ രാജ്യം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഉദാഹരണമാണ് വയനാട്ടിൽ നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപ്ഷൻ നിങ്ങൾ രണ്ടാമത് ചോദിക്കുന്ന പോലെ സഹായം ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പോലും അർത്ഥമില്ല. തീർച്ചയായിട്ടും സഹായം ലഭിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ ഒരു സംശയത്തിനോ യാതൊരു സാധ്യതയും ഇല്ല. ഞാനിത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം, ഈ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനെ നേരിട്ട് വയനാട്ടിലേക്ക് അയക്കുകയും നിങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഇടപെടുകയും അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ളൊരു പഠനത്തോടെ നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള, ഇനി തീർച്ചയായിട്ടും ബാക്കി പഠനം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പഠനവുമായിട്ടുള്ള റിപ്പോർട്ട് ഓൾറെഡി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സഹായം ലഭിക്കുമോ എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല, തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. 1-2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. 2016 പുറ്റിങ്ങിൽ അപകടം നടന്ന സമയത്ത്
പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ നേരിട്ട് സന്ദർശിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും വെച്ചിട്ട് ആ സമയത്ത് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. 2017 ഓഖി വന്ന സമയത്ത് ആദ്യം 76.5 കോടിയും പിന്നീട് 133 കോടിയും പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 1400ഓളം വീടുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്തു. പിന്നെ 2018 മഹാപ്രളയത്തിൻ്റെ സമയത്തും 60,000-ഓളം അധികം വരുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ഓപ്പറേഷൻ രാഹത്ത്, ഓപ്പറേഷൻ മദത് വഴി 1173 പേരെ എയർലിഫ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ സമയത്തും ഈ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ആർമിയും ഒക്കെ എങ്ങനെയാണ് ഇടപെട്ടതെന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് തന്നെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. നാളെ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം എന്നുള്ള രീതിയിൽ അതിന് കൃത്യമായിട്ടുള്ള വേണ്ട രീതിയിലുള്ള ധനസഹായം കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത്, നമ്മളിത് പറയുന്ന സമയത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ 7-8 ദിവസവുമായിട്ട് ഞാൻ ഇന്നലെ മാത്രമാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഈ ഒരു ദുരന്തം നടന്നതിൻ്റെ പിറ്റേന്ന് മുതൽ മിനിയാന്ന് വരെ വയനാട്ടിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ തൊട്ടടുത്തുള്ള പുത്തുമലയിൽ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡിൽ ഈ ഉരുൾപൊട്ടലിൽ അവർക്ക് ധനസഹായം കൊടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് 3 മാസത്തോളം മാത്രം കൊടുത്തിട്ട്, വാടകയ്ക്ക് വീടെടുത്ത ആളുകൾക്ക് 3 മാസത്തോളം മാത്രം കൊടുത്തിട്ട് പിന്നീട് വാടക കൊടുത്തിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള മുൻ ഉദാഹരണങ്ങൾ കൂടി ഉള്ള സമയത്ത് ഇതിൻ്റെ ഹോംവർക്കും അതോടൊപ്പം തന്നെ ഫ്രെയിംവർക്കും എത്രമാത്രം സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് നാളെ പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനം തന്നെയാണ് നടക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കും പറയാൻ വേണ്ടിയിട്ടും അതോടൊപ്പം ഞങ്ങളും ചിന്തിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ രാജു പി നായർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിനെ പ്രതിനിധീകരിക്കുന്ന MP കൂടിയാണ്. അദ്ദേഹമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പാർലമെന്റിലടക്കം ആവശ്യപ്പെട്ടത്. സംസ്ഥാനവും ആവശ്യപ്പെട്ടു. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തുടങ്ങിയവരും ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ദേശീയ ദുരന്തം എന്ന ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. പേരെന്തുമാവട്ടെ, ദേശീയ ദുരന്തമെന്നോ സംസ്ഥാന ദുരന്തമെന്നോ പ്രാദേശിക ദുരന്തമെന്നോ വിളിക്കാതിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് വയനാടിനൊരു കൈത്താങ്ങുണ്ടാകണമെന്നുള്ളതാണ് അത്യന്താപേക്ഷിതം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം എന്ന് പറയുന്നത് ഒഴിവാക്കാനാകാത്തതാണ്. അതിൽ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് കണ്ടത്. ആ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തിയെ സംബന്ധിച്ചെല്ലാം 3 തവണ രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ, അത് ശൂന്യവേളയിലും 2 തവണ ശൂന്യവേളയിലും പിന്നെ ചർച്ചയുമായിട്ട് 3 തവണ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ്യസഭയിൽ ശ്രീമതി ജബി മേത്തർ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ മറികടക്കുന്നതിന് തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ സഹായം വേണം. നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ദുരന്തങ്ങളെ L0 മുതൽ L3 വരെയുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അതിൽ L3 ആണ് ഏറ്റവും ഉയർന്ന ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനപ്പുറം വ്യാപ്തിയുള്ള അപകടം ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെടുത്തി നമുക്ക് പരമാവധി സഹായം ലഭിക്കണമെന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഉപാധികളില്ലാതെ കേരളത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമീപനം എടുക്കുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടികളിൽ നമുക്കെല്ലാവർക്കും കുറേയധികം വിമർശനമുണ്ട്. കാരണം ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിൽ കുറ്റപ്പെടുത്തലുകളും അനാവശ്യമായ ചർച്ചകളിലേക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉൾപ്പെടെ പോയി എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമായിരുന്നു. നമ്മളൊക്കെ തന്നെ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ അത് വലിയ സഹായം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ വിളിച്ച് സംസാരിച്ചെങ്കിൽ പോലും പിന്നീട് ആ വരുന്ന ചർച്ചകളിലെല്ലാം അനാവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് രാഷ്ട്രീയം കൊണ്ടുവന്നുകൊണ്ട് അതിനകത്ത് ഒരു പാർലമെന്റിനകത്ത് പോലും വലിയ രീതിയിലുള്ള വാഗ്വാദത്തിലേക്ക് അത് എത്തിക്കുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു എന്താ പറയുക, ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് കാണാം. ആത്യന്തികമായിട്ട് അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ, നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, ഇതെല്ലാം തിരിച്ചു പിടിക്കണം. കാരണം ഈ മനുഷ്യരുടെ എല്ലാം ജീവിതമട്ടിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ പോയി, അവരുടെ ജീവിത മാർഗങ്ങൾ പോയി. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇനി പുതിയൊരു താമസ സ്ഥലം കണ്ട് അത് പുനരധിവസിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ വീടുകളെ സംബന്ധിച്ച്
വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവർക്ക് ജീവിതം അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ നിലയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാക്കേജ്, വലിയൊരു പാക്കേജ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് കൊടുത്തിരിക്കുന്ന നഷ്ടപരിഹാരം, ആ നഷ്ടപരിഹാരം കുറെ കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആവശ്യവും കൂടി ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതാണ് ഈ നഷ്ടപരിഹാരം കുറെ കൂടി കൂടുതൽ കൊടുക്കണം. അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയം നമുക്ക് മാറ്റിവെക്കാം. കർണാടക സർക്കാർ 100 വീടുകൾ തരാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സമീപനമൊക്കെ BJP-യിൽ നിന്നുണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഒരു കേന്ദ്ര സർക്കാർ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് നമ്മളുടെ പ്രതീക്ഷ. അതല്ലാതെ നമുക്ക് വയനാടിനെ പുനർനിർമ്മിച്ച് മുന്നോട്ട് പോകാൻ വലിയ ഒരു പ്രശ്നമാണ്. അത് കൂടാതെ ഒരു ലോങ് ടേം പ്രോസസ്സ്, ഒരു ഷോർട്ട് ടേമും ലോങ് ടേം പ്ലാനും ഇതിനകത്തുണ്ടാണ്. ഇവരെ പുനരധിവസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ളതിൽ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളെ എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു വലിയ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ അനുസരിച്ചുള്ള പുനരധിവാസ പ്രവർത്തനം വേണം നടത്താൻ. അതൊരു പക്ഷേ രാജ്യത്തിന് തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായെടുത്ത് പുനർനിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു മാതൃകയാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാൻ, ആ പ്ലാൻ ഉണ്ടാക്കിയതാണ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്. നമുക്കൊരു തീർച്ചയായും ആ പ്ലാൻ എങ്ങനെ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയൊക്കെയാണ് അത് സാധിക്കുക, അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ നമുക്ക് മുൻവിധിയോടുകൂടി ഒന്നിനെയും സമീപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു മുൻവിധിയും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു പദ്ധതി ഉണ്ടാവുക, എന്ത് വേണം എന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ഞാൻ 7 ദിവസം മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉണ്ടായിരുന്നു. മുണ്ടക്കൈക്കാർ ആരും അവിടേക്ക്, അതായത് വീട് തകരാത്ത ആളുകൾ പോലും അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇനി വാസയോഗ്യമായൊരു പ്രദേശമല്ല. മുഖ്യമന്ത്രി ഒരു ടൗൺഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ നിന്ന് പൂർണ്ണമായും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വീടുകൾ നഷ്ടപ്പെടാത്ത ആളുകളെ, അവരുടെ ബന്ധുക്കളെ അടക്കം പൂർണ്ണമായും ഒരു പുതിയ ടൗൺഷിപ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടോ? എന്താണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യമുള്ളത്? ഇപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്, അതിപ്പോൾ 2 ലക്ഷവും മറ്റുമൊക്കെയാണ്. അതിനപ്പുറത്ത് ഇവരുടെ ജീവനവും ഉപജീവനവും ഉറപ്പാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അത് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പദ്ധതി ആവശ്യമുള്ള കാര്യമാണ്. അതിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ കേരളം ഇത് സംബന്ധമായ എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. ഒന്ന്, ഈ മേഖലയിൽ ഇനി താമസിക്കാൻ പറ്റാത്ത ഇത്രയും ദുർബലമായ ഒരു പാരിസ്ഥിതിക മേഖലയിൽ, ഒരു ഭൂമിശാസ്ത്ര സവിശേഷതയുള്ള മേഖലയിൽ ആളുകളെ താമസിപ്പിക്കാൻ പറ്റില്ല. ഈ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന മുഴുവൻ ആളുകളെയും പുനരധിവസിക്കണം. ആ പുനരധിവാസം അവരുടെ ഉപജീവന സാധ്യതകൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാവണം. അവർക്ക് ആവശ്യമായുള്ളതെല്ലാം ഈ ടൗൺഷിപ്പിൽ ഉണ്ടാക്കണം. ഇതിനാവശ്യമായി എല്ലാ രംഗത്തെയുമുള്ള വിദഗ്ധന്മാരുമായിട്ട് സർക്കാർ ചർച്ചകളും അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ആളുകളുടെ പുനരധിവാസം എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായ സമഗ്രമായ അർത്ഥത്തിൽ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സർക്കാർ നീങ്ങുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് വയനാടിൻ്റെ പാരിസ്ഥിതിക അവസ്ഥ നമുക്ക് സീരിയസ് ആയി കണക്കിലെടുക്കേണ്ടി വരിക. അവിടുത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവിടെ അത്തരം കെട്ടിടങ്ങൾ ഉണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാക്കുക. ഉപജീവനത്തിനാവശ്യമായിട്ടുള്ള ഉപജീവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്, വയനാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പ്രധാനമായിട്ടൊരു തോട്ട മേഖലയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് ബ്രിട്ടീഷുകാർ വന്ന് തോട്ടമുണ്ടാക്കാൻ മണ്ണിളക്കി തുടങ്ങിയെടുത്താണ്. തോട്ടങ്ങളാണ് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭൂമിശാസ്ത്രപരമായ ദുർബലതയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. പക്ഷെ തോട്ടങ്ങൾ പതുക്കെ എന്തായി, 2000-ൽ നമ്മളതെല്ലാം ഓർമ്മിക്കണം, 2000-ൽ തോട്ടങ്ങളുടെ വൈവിധ്യവൽക്കരണത്തെക്കുറിച്ചൊരു കൺസെപ്റ്റ് കേരളത്തിൽ വന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, തോട്ടങ്ങൾ നഷ്ടത്തിലാണ്. കാരണം തോട്ടവിളകളുടെ വില കുറയുന്നു, തേയിലയുടെ വില കുറയുന്നു, കാപ്പിയുടെ വില കുറയുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തോട്ടങ്ങളെ ഇനി റിസോർട്ടുകളാക്കാം. ആ രീതിയിലുള്ള വൈവിധ്യവൽക്കരണം മിസ്റ്റർ RC ചൗധരി, അന്നത്തെ വ്യവസായ സെക്രട്ടറി ആയിരുന്ന RC ചൗധരിയുടെ എൻ്റർപ്രൈസസ് റിഫോംസ് കമ്മിറ്റി, തോട്ട വ്യവസായമാണല്ലോ, എൻ്റർപ്രൈസസ് റിഫോംസ് കമ്മിറ്റി. ഇതിനെ തുടർന്ന് എന്താണ്, നാട്ടിലുള്ള എല്ലാ കള്ളപ്പണക്കാരും, ഒരുപാട് കണക്കിൽപ്പെടുത്താൻ പറ്റാത്ത പണമുള്ള സെലിബ്രിറ്റികളുമൊക്കെ ഇഷ്ടം പോലെ നിക്ഷേപം എന്താണ് ഈ വൈത്തിരിയിലേക്ക് അങ്ങ് കടക്കുമ്പോഴേക്ക്, നമ്മൾ ചുരം കയറി തുടങ്ങുമ്പോഴേക്ക് എന്താണ്, ഈ വളരെ അപകടകരമായ സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് തോട്ടങ്ങളാണ്. ഈ തോട്ടങ്ങളിലെല്ലാം റിസോർട്ടുകളാണ്, ഈ ബഹുനില കെട്ടിടങ്ങളാണ്. ഇതൊക്കെ തന്നെ വയനാടിൻ്റെ പരിസ്ഥിതിയെ
ചെറിയ രീതിയിലല്ല ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അത് ഇവരുടെ പുനരധിവാസ പ്രശ്നം മാത്രമല്ല, വയനാട്ടിൽ നിന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവിടെ സസ്റ്റൈനബിളായ രീതിയിൽ അവിടെ പണിയെടുത്ത് ജീവിച്ചു പോകണമെങ്കിൽ, അവിടെ താമസിച്ചു പോകണമെങ്കിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നിലപാട് ഈ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന, പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു നിർമ്മാണങ്ങളും അനുവദിക്കില്ല. അപ്പം നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉള്ള നിർമ്മാണങ്ങൾ നമുക്ക് പൊളിച്ചു മാറ്റാൻ പറ്റുമോ? അത്തരം എടുത്തുചാട്ടങ്ങളിലേക്ക് പോകാതെ ഇനി നിർമ്മാണങ്ങൾ കൃത്യമായ നിയമമനുസരിച്ച് പരിസ്ഥിതിയെ കണക്കിലെടുത്തുള്ളാക്കണം. ഈ രീതിയിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൻ്റെ ഒരു ടോട്ടൽ പുനരുജ്ജീവനം, ഇന്നത്തെ വയനാട്, പരിസ്ഥിതി ലോലമായ വയനാടിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? ഇത് വയനാടിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ അങ്ങ് കർണാടകയോട് തൊട്ട് കിടക്കുന്ന ആദൂർക്കാട് മുതൽ ഇങ്ങ് തെക്ക് അശാമ്പു കുന്നുകൾ വരെ 70-70 ലക്ഷത്തിലേറെ മനുഷ്യർ പശ്ചിമഘട്ട മലനിരകളിലാണ് താമസിക്കുന്നത്. ചരിത്രപരമായി ദാരിദ്ര്യം മൂലം അവിടെ കുടിയേറിയവരാണ്. അപ്പോൾ കുടിയേറ്റക്കാരല്ല പ്രശ്നമുണ്ടാക്കിയത്. പ്രശ്നമുണ്ടാക്കിയ എന്താണ്? അനധികൃതമായ അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കോറി നിർമ്മാണം നടത്താനോ ഒക്കെയുള്ള പല ഘട്ടങ്ങളിലായുള്ള, അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്രശ്നം നിനക്ക് ചുരുക്കി കാണാനില്ല. നമ്മുടെ സമ്പദ്ഘടനയിലുണ്ടായ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാം, അതിനുവേണ്ടി ഏത് തരത്തിലും നിക്ഷേപം നടത്താം, ഈ മുതലാളിത്ത വികസനത്തെ പ്രതിരോധിക്കുന്ന വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും പുനരധിവാസത്തിൻ്റെ രംഗത്ത് ഒരു കേരള മാതൃക സൃഷ്ടിക്കാൻ ഈ ദുരന്തം നമുക്ക് പാഠമാകണം. ഈ ദുരന്തത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ പുനരധിവാസം നടത്തുക, ജനങ്ങൾക്ക് ജീവിച്ചു പോകണം, അവരുടെ ഉപജീവന മാർഗങ്ങൾ ഉറപ്പുവരുത്തണം. അതിന് വേണ്ടി എന്താണ് ഒരുപാട് ഇന്നത്തെ തൊഴിൽ മേഖലയെ, കൃഷിയെ ഒക്കെ തന്നെ എങ്ങനെ സഹകരണ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയും, എങ്ങനെ അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും, അതോടൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സൗകര്യം ഉണ്ടാക്കണം. ആരാധന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യർക്ക് സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെ സമഗ്രമായ ഒരു റീഹാബിലിറ്റേഷൻ പദ്ധതി ഈ വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന എല്ലാവരിലും എല്ലാ അർത്ഥത്തിലുള്ള ആശയങ്ങളായിട്ടും ആസൂത്രണത്തിലുള്ള പങ്കാളിത്തമായിട്ടൊക്കെ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയണം. ശരി, ഓക്കെ. ശ്രീ പി യു ദാസ്, ഇവിടെ പുനർനിർമ്മാണം എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, പുനരധിവാസവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ജനപഥങ്ങളെ പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. ഈ മുണ്ടക്കൈ മേഖലയെ സംബന്ധിച്ച് ഭൗമശാസ്ത്രപരമായി തന്നെ വാസയോഗ്യമല്ലാത്തത്രയും ചെരിവുള്ള പ്രദേശമാണ്. അത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ, പുത്തുമല മോഡലിൽ ആ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യവാസം മാറ്റുകയും വേറൊരു സ്ഥലത്ത് ഈ മനുഷ്യരെ എല്ലാം അധിവസിപ്പിക്കുകയും വേണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊരു വലിയ മേഖലയാണ്. മുണ്ടക്കൈ നിവാസികൾ പറയുന്നത് ഞങ്ങൾ അയൽക്കാർ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാർ എന്നുള്ളതൊരു വലിയ ബലമാണ്. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം വേറൊരു സ്ഥലത്താണെങ്കിലും ഒരുമിച്ച് വേണം എന്നുള്ളതാണ്. അങ്ങനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സമഗ്ര പുനരധിവാസ ഗ്രാമം എന്നുള്ളത് സാധ്യമാകുമോ? വയനാട്ടിൽ സാധ്യമാകുമോ? എന്തൊക്കെയാണ് അതിനകത്തെ വെല്ലുവിളികൾ? വയനാടിനെ സംബന്ധിച്ച് നോക്കൂ, വയനാടിന്റെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ 4/3 ഭാഗം ഉയർന്ന കുന്നുകളാണ്. അതായത് ജില്ലയുടെ ഓൾമോസ്റ്റ് ഒരു 40% വരെ ഉയർന്ന കുന്നുകളുള്ള സ്ഥലങ്ങൾ. നമുക്ക് അതിർത്തികൾ ഓരോ പഞ്ചായത്ത് എടുത്ത് നമുക്ക് നോക്കാൻ കഴിയും. അമ്പലവയൽ പഞ്ചായത്ത്, നെന്മേനി പഞ്ചായത്ത്, മുപ്പനാട് പഞ്ചായത്ത്, മേപ്പാടി പഞ്ചായത്ത്, വൈത്തിരി, പൊഴുതന, പടിഞ്ഞാറത്തറ, വെള്ളമുണ്ട, തൊണ്ടർനാട്, അതുപോലെ തന്നെ തവിഞ്ഞാൽ, തിരുനെല്ലി, ഈ പഞ്ചായത്ത് അതിർത്തി പഞ്ചായത്തുകളാണ്. ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ തന്നെ ഉയർന്ന കുന്നുകളാണ്. അതായത് കബനി നദിയുടെ ഉത്ഭവസ്ഥാനങ്ങളും ഉത്ഭവ പ്രദേശങ്ങളാണ്. ഒപ്പം തന്നെ ചാലിയാറിലേക്കുള്ള ഒരു 150 സ്ക്വയർ കിലോമീറ്ററിന്റെ വൃഷ്ടി പ്രദേശമാണ്. ഇത് വളരെ ഹൈലി വളണറബിൾ എന്ന് പറയാവുന്ന രൂപത്തിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഈ ഏറ്റവും കൂടുതൽ ഇന്ന് തോട്ടങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. നല്ല വനപ്രദേശമായിരുന്നു. 1800കളുടെ അവസാനത്തിലും 1900ത്തിന്റെ ആദ്യത്തിലുമായിട്ട് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വനനശീകരണമാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ശരിക്കും പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾക്ക് കാരണമായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സ്ഥലങ്ങളുടെ നല്ലൊരു ശതമാനവും ഇന്ന് തോട്ടഭൂമിയാണ്. ഇവിടെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ള സാഹചര്യം വളരെ കുറവാണ്. ഫോറസ്റ്റ് വനമാണ്, ഒപ്പം തന്നെ തോട്ടങ്ങളാണ്, നല്ല എസ്റ്റേറ്റുകളാണ്, ടീ പ്ലാന്റേഷനും ഒപ്പം തന്നെ കോഫി പ്ലാന്റേഷനും ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. ബാക്കിയുള്ളത് താഴ്വാര പ്രദേശങ്ങളാണ്, കുറെ ഭാഗം താഴ്വാര പ്രദേശങ്ങൾ. ഈ താഴ്വാര പ്രദേശങ്ങൾ ഇന്ന് കാണുന്ന വയലുകളൊക്കെ തന്നെ പഴയ ചതുപ്പുകളാണ്. ഒരു 400-500 വർഷമായിട്ടുള്ള ഈ ചതുപ്പുകളെ തരം മാറ്റി വയലുകളാക്കി ഇന്നത്തെ തരത്തിലുള്ള നെൽകൃഷിയോ ഇന്ന് കാണുന്ന വാഴകൃഷിയിലേക്ക് മാറ്റിയിട്ടുള്ള രൂപത്തിലേക്ക് വന്നത്. ഇവിടെയും വാസയോഗ്യമായിട്ടുള്ള സ്ഥലം വളരെ കുറവാണ്.
ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് നിരന്ന സ്ഥലങ്ങളായിട്ട് കിടക്കുന്ന ഏതാനും പഞ്ചായത്തുകൾ, ഇപ്പോൾ നമുക്കറിയാവുന്ന, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കുറെ പഞ്ചായത്തുകളുണ്ട്. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ഫ്ലഡ് സോണുകളാണ്. വെള്ളം കയറ്, അതായത് അതിതീവ്ര മഴയോ അസ്വാഭാവിക മഴയോ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറി മൂടുന്ന, വെള്ളപ്പൊക്കത്തിന്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പ്രദേശം. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശങ്ങൾ തൊട്ട് അങ്ങ് പുൽപ്പള്ളി, മുള്ളംകൊല്ലി പ്രദേശങ്ങൾ വരെ ഇത്തരത്തിലുള്ള അതിന്റെ ഗ്രാമപ്രദേശങ്ങളും നിരന്ന പ്രദേശങ്ങളും തന്നെ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി അനുഭവിക്കുന്നത്. അതിനു പുറമെയാണ് അതിർത്തിയുള്ള വനഗ്രാമങ്ങളായിട്ടുള്ള അവിടുത്തെ ഡിസ്പ്യൂട്ട്, മാൻ ആനിമൽ ഡിസ്പ്യൂട്ട് ഉള്ള കുറെ സ്ഥലങ്ങൾ. ഒപ്പം തന്നെ വരൾച്ച വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മുള്ളംകൊല്ലി, പുൽപ്പള്ളി പ്രദേശങ്ങൾ. ഏറ്റവും അവിടുത്തെ 3 പഞ്ചായത്തുകൾ, തിരുനെല്ലി പഞ്ചായത്തിന്റെ കിഴക്കൻ പ്രദേശം, മുള്ളംകൊല്ലി പഞ്ചായത്തും പുൽപ്പള്ളി പഞ്ചായത്തും പൂർണ്ണമായും, പൂതാടി പഞ്ചായത്തിന്റെ നല്ലൊരു ഭാഗവും വരൾച്ച ബാധിത പ്രദേശമായിട്ടുള്ള രൂപത്തിലേക്ക്, അതായത് ഇവിടെയൊക്കെ ഈ അതിർത്തിയായിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ 4500 മില്ലിമീറ്റർ മഴ കിട്ടുന്ന സമയത്ത് ഒരു വർഷം കേവലം 1200 മില്ലിമീറ്റർ മഴ മാത്രമേ പുൽപ്പള്ളി, മുള്ളംകൊല്ലി പ്രദേശങ്ങൾ, അതായത് കടുത്ത വരൾച്ചയും ശുദ്ധജലക്ഷാമവും അനുഭവിക്കുന്ന പ്രദേശങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളാണ് സുരക്ഷിതമായിട്ട് ജനങ്ങൾക്ക് താമസിക്കാനായിട്ട് കണ്ടെത്തേണ്ടതായിട്ട്. ഇവിടെയാണ്, ഇതാണ് വയനാടിന്റെ ഏറ്റവും വലിയ ക്രൈസിസ്. 2018-ലും 2019-ലും ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായ സമയത്ത് ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിനായിട്ട്, പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള ഭൂമി കണ്ടെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നു. പല എസ്റ്റേറ്റുകളും ഭൂമി വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും അത് നേരിട്ട് പരിശോധിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക്, അന്നത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്കറിയാം, പലതും അതിന്റെ അവസാന ഘട്ടമെത്തുമ്പോഴേക്കായിരിക്കും പലതിനും നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ, കേസുകളും മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. വയനാടിന്റെ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അവർക്ക് ഇന്ന് വല്ല ജനനിബിഡമായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെയാണ് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നിർമ്മാണങ്ങൾ, റിസോർട്ട് തുടങ്ങിയിട്ടുള്ള രൂപത്തിലേക്കുള്ള കയറി വന്നിട്ടുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനം, 1000കണക്കിനോ 10000കണക്കിനോളം വരുന്ന റിസോർട്ടുകളുടെ നിർമ്മാണം പല മേഖലകളിലുമായിട്ട് വന്നിരിക്കുന്നു. ഭൂമി വയനാട് പൂർണ്ണമായിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രൂപത്തിലേക്ക് മാറി. ഇവരുടെ തൊഴിൽ, ഈ മാറ്റി പാർപ്പിക്കപ്പെട്ടവരുടെ തൊഴിലിന്റെ ഒരു സുരക്ഷിതത്വം, അവരുടെ കൃഷി എന്ന് പറയുന്നത് ഭൂമി വളരെ റയറായി, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവർക്ക് ഉള്ളൂ. ആ കൃഷിയെ ആശ്രയിച്ചിട്ട് ഉപജീവനം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങളെത്തി. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ തൊഴിൽ സംരംഭങ്ങളുടെ, തൊഴിൽ മേഖലകളുടെ ഒരു സാധ്യതകൾ കൂടി ഈ റീബിൽഡ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ശ്രീ ശ്യാംരാജ്, ഓക്കെ, എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് വിചാരിക്കാം. അക്കാര്യത്തിൽ കേന്ദ്രം ഒന്നും നൽകുന്നില്ല തുടങ്ങിയ വാദങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തി ഇല്ല, വരട്ടെ. പക്ഷേ ഇവിടെ നേരത്തെ ശ്രീ രാജു പി നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില വിമർശനങ്ങൾ, ഒന്ന്, ഇപ്പോൾ കേരളത്തിന് മതിയായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് അമിത്ഷായുടെ പ്രസ്താവന, അതിന് ജയറാം രമേശ് തന്നെ പ്രിവിലേജ് നോട്ടീസ് നൽകി പാർലമെന്റിൽ. ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി മന്ത്രി ആവർത്തിച്ച് അവിടുത്തെ ജനങ്ങളാണ് കുറ്റക്കാർ എന്ന മട്ടിൽ കുടിയേറ്റവും അനധികൃത ക്വാറിയിങ്ങുമാണ് ഈ ദുരന്തം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത്, അതിന് സംസ്ഥാനത്തിന് മറുപടി പറയേണ്ടി വന്നു. ഒരു ദുരന്തമുഖത്ത് ഒരിക്കലും പരസ്പരമുള്ള പഴിചാരൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, പക്ഷേ ഉണ്ടായി ദൗർഭാഗ്യവശാൽ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിനെതിരെ ലേഖനം എഴുതാൻ ചില വിദഗ്ധരോട്, അല്ലെങ്കിൽ ചില വിദഗ്ധരെ കിട്ടുമോ എന്ന് കേന്ദ്ര സർക്കാരിന്റെ ചില മന്ത്രാലയങ്ങൾ ശ്രമിച്ചു എന്നൊക്കെയാണ്. ഇതിപ്പോ ഒരു കേരള യുദ്ധത്തിന്റെ സമയം അല്ലല്ലോ. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പം വളരെ പ്രധാനമായിട്ടുള്ളത് പുനർനിർമ്മാണവും പുനരധിവാസവുമാണ്. അതിന് ഒരുമിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയല്ലേ ഈ സമയത്ത് ഉചിതം? അല്ല, അതിൽ ഇപ്പോൾ ഒന്ന് ആദ്യമായിട്ട് അതിൻ്റെ ഒരു റെസ്പോൺസ് വന്ന ശ്രീ അമിത്ഷാജിയുടെ ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സാധ്യതയുള്ള ഇടമാണ് എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക തന്നെ ഉണ്ടായിരുന്നു. അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഭൂപേന്ദ്ര യാദവ് പറഞ്ഞ എന്താണ്, വയനാട്ടിൽ, ഇടുക്കിയിൽ, മലപ്പുറത്ത്, കേരളത്തിൻ്റെ ഏത് മലയോര പ്രദേശങ്ങളിലാണ് ഈ കയ്യേറ്റം അതോടൊപ്പം തന്നെ ഈ അനധികൃതമായിട്ടുള്ള കെട്ടിട നിർമ്മാണം നടക്കാത്തത്? ഇടുക്കി ജില്ലയിൽ തന്നെ എത്രയോ സമയത്ത് അച്യുതാനന്ദൻ സർക്കാർ ഇരുന്ന സമയത്ത് തന്നെ എത്രയോ സമയത്ത് അനധികൃത കുടിയേറ്റം നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊരു ഇടുക്കിക്കാരനും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതിനർത്ഥം അവിടുത്തെ ജനങ്ങൾ, അവിടെ നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് കാലത്ത് കുടിയേറ്റക്കാരായിട്ട് വന്നിട്ടുള്ള ജനങ്ങൾ മൊത്തം തെറ്റുകാരാണ് എന്ന് പറഞ്ഞുള്ളതല്ല. ഇത് രണ്ടും രണ്ടായിട്ട് കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു മര്യാദ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ്.
അവിടെ ഇടുക്കി ജില്ലയാണെങ്കിലും മലപ്പുറം ജില്ലയാണെങ്കിലും വയനാട് ജില്ലയാണെങ്കിലും കേരളത്തിലെ നമ്മളിപ്പോ തർക്കത്തിലേക്ക് പോകാനല്ല. നമ്മളൊരു ദുരന്തത്തിൽ നിൽക്കുമ്പോ ദുരന്തത്തിൽ ഒരു ഗ്രാമം അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ തന്നത്. അത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ ഇന്റർവെൻഷൻ കൊണ്ടാണെന്ന് ഇതുവരെയും ഒരു വിദഗ്ധനും പറഞ്ഞിട്ടില്ല. കാട്ടിലാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത്. ശ്യാംരാജ് അവിടെ ഉണ്ടായിരുന്നാണല്ലോ. അങ്ങ് റാണിയം മലയുടെ മുകളിൽ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനും ഇല്ലാത്ത സ്ഥലത്താണ് ഉരുൾപൊട്ടിയത്. ഒന്നാമത്തെ കാര്യം. 2, ക്വാറിയിങ് നടക്കുന്ന സ്ഥലമല്ല ഇത്. 3, വളരെ കാലം മുമ്പ് തോട്ടം പണിക്കാരായി 4-5 തലമുറ മുമ്പ് വന്ന് അവിടെ ഈ മുണ്ടക്കൈ മേഖലയിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുകളാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് അവിടെ പോയി കുടിയേറി താമസിക്കുകയോ കയ്യേറി താമസിക്കുകയോ വീട് വെക്കുകയോ ചെയ്ത ആളുകളൊന്നുമല്ല. ഇതിന്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ്. താങ്കൾക്ക് അത് നേരിട്ട് ബോധ്യം ഉണ്ടാവും. അപ്പോൾ ദുരന്ത മുഖത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത് സ്വാഭാവികമായി വിമർശനം ഉണ്ടാക്കും. അതിനപ്പുറത്ത് മുഴുവൻ അനധികൃത കയ്യേറ്റങ്ങളെ കുറിച്ച് ഒരു ചർച്ചയാകാമെങ്കിൽ ആകാം. അതിനുള്ള സന്ദർഭം ഇതല്ലല്ലോ. അല്ല, അതിനൊരു ക്ലാരിഫിക്കേഷൻ തരിക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് അവിടെ നടന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കുടിയേറ്റ കർഷകരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ പെട്ട ആളുകളെ കുറിച്ചിട്ടേ അല്ല അധികം സംസാരിച്ചിട്ടുള്ളത്. വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലായാലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു ദുരന്തം, അതാണ് ഞാൻ പറഞ്ഞത്, നാളെ നിങ്ങൾക്ക് കാണാമല്ലോ. നാളെ പ്രധാനമന്ത്രി വന്നതിന് ശേഷമുള്ള പദ്ധതികൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇതിനു മുമ്പുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. തീർച്ചയായിട്ടും കേരളത്തിലെ ഈ വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. 100% വയനാട്ടിലെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ദുരന്തത്തിൽ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ജനങ്ങൾക്കൊപ്പം തന്നെ ആയിരിക്കും കേന്ദ്ര സർക്കാർ നിൽക്കുക. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അഭിലാഷ്, ഒന്ന്, ഈ നമ്മൾ പലപ്പോഴും വയനാട് ഈ ഒരു ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വയനാട് ജില്ല മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഈ ചാലിയാർ പുഴയുടെ തീരത്തുള്ള നിലമ്പൂർ മേഖലയിൽ പോവുകയുണ്ടായി. അവിടെ ഈ ഇരുട്ടുകുത്തി പോലെയുള്ള ട്രൈബൽ ഏരിയാസിൽ ഞാൻ പോവുകയുണ്ടായി. അപ്പോൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഈ മൃതശരീരങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന അവിടുത്തെ ട്രൈബ്സിനെ കുറിച്ചിട്ട് മുങ്ങിയെടുത്ത് ചെങ്ങാടത്തിൽ കരക്കി കൊണ്ടുവരുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ടൊക്കെ നല്ല വലിയ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുകയുണ്ടായി. 2018 പ്രളയത്തിൽ പൊളിഞ്ഞിട്ടുള്ള പാലമാണ് അങ്ങോട്ടുള്ളത്. 600 കോടിയാണ് കേന്ദ്ര സർക്കാർ ഈ തുടക്കത്തിൽ തന്നെ ഈ 2018 പ്രളയമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നേക്ക് വരേക്കും ആ ഏരിയയിലേക്ക് ഒരു പാലം പോലും പണിയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഞാനിതിവിടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നതല്ല. പക്ഷെ 500ഓളം വരുന്ന ആദിവാസി ജനവിഭാഗങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. 130ഓളം വരുന്ന കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ആ 500ഓളം വരുന്ന ആളുകളും ഇന്നും ഒരു വീട്ടിൽ പോലും ടോയ്ലറ്റ് ഇല്ലാന്ന്. ഈ കഴിഞ്ഞ എനിക്കൊന്ന് 2 വർഷം മുമ്പ് ഈ ചെങ്ങാടത്തിൽ നിങ്ങളൊന്ന് കയറി നോക്കണം. നിങ്ങൾ ക്യാമറയായിട്ട് ചെന്നിട്ട് നമ്മുടെ കാല് നനയും വെള്ളം കയറിയിട്ട് മുള കൊണ്ടുള്ള ചെങ്ങാടമാണ്. ആ ചെങ്ങാടത്തിൽ ഇരുന്ന് 2 വർഷം മുമ്പ് ഒരു സ്ത്രീ പ്രസവിക്കേണ്ടി വന്നു. എന്നിട്ട് ആ സ്ത്രീയെ മറുകരയ്ക്ക് കൊണ്ടുപോകുകയായിരുന്ന പുരുഷന്മാരുടെ മുണ്ട് കെട്ടിയിട്ട് ഒരു മുറി പോലെ ആക്കിയിട്ട് അവിടെയാണ് മറ്റ് ശുശ്രൂഷകൾ ആ സ്ത്രീയെ നടത്തിയത്. ഇതും നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. ഞാൻ ഇത് പറയാൻ കാരണം അവിടെ നിന്ന് ആരും ഇതൊന്നും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറയാൻ വേണ്ടി സാധ്യതയില്ല. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അതോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന സർക്കാർ പ്രതിനിധികൾക്ക് മുമ്പിൽ അവരുടെ ഒരു ശബ്ദമായിട്ട് ഇത് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ചർച്ചകൾ, നമ്മുടെ വികസന പദ്ധതികൾ ഇൻക്ലൂസീവ് ആകണം എന്ന് തന്നെയാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നാളെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം തീർച്ചയായിട്ടും വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള പാക്കേജുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും, പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അത് ഞാൻ വീണ്ടും പറയുന്നത്, കൃത്യമായിട്ട് വിനിയോഗിക്കാൻ എവിടെയാണോ വേണ്ടത്, ആരാണോ അഫക്റ്റഡ് ആയിട്ടുള്ളത് അവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഹോംവർക്ക് ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഇത്ര വലിയ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം നടന്നു, ശരിയാണ്. അതിനുശേഷം ഇത്ര ആളുകളെ ഈ രീതിയിൽ പുനരധിവസിപ്പിക്കണം, ഇത്ര ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ സ്ഥലത്ത് നമുക്ക് വീടുകൾ നിർമ്മിക്കാം, ഈ സ്ഥലത്ത് പ്രശ്നമുള്ളതാണ്, അങ്ങനെ സുതാര്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്ലാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ 2018 പ്രളയമായിക്കോട്ടെ, 17 ഓഖി ആയിക്കോട്ടെ, 16 പുറ്റിങ്ങലായിക്കോട്ടെ, ഈ ദുരന്തങ്ങളിലൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി ഇനി അത്തരത്തിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഹോംവർക്ക് ചെയ്തിട്ട് ആ ഒരു റിപ്പോർട്ട് കൂടി കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നടപ്പാക്കുകയും കൂടി ചെയ്യണം എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യാതിരിക്കട്ടെ. 2024 ഈ മണ്ണിടിച്ചിലിനെ കുറിച്ചിട്ട്, ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ട് നാം ഇനി ചർച്ച ചെയ്യാതിരിക്കട്ടെ എന്നൊരു പോയിന്റ് കൂടി എനിക്ക് നിങ്ങൾക്ക് മുമ്പിലോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ശരി, ശ്രീ രാജു പി നായർ, പുത്തുമല സംഭവിച്ചത് നമുക്കറിയാം 2019 തൊട്ട് അടുത്ത വർഷം മുണ്ടക്കയിൽ തന്നെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. കവളപ്പാറ ഈ
മലനിരകളുടെ അപ്പുറത്തെ സൈഡാണ്. എന്ന് പറഞ്ഞാൽ ഈ മേഖല ഒരു ദുരന്ത ബാധിത മേഖലയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഗുരുതരമാണ്. അത് ഒരു തവണ നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് അത് ആ സമയത്ത് സംഭവിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ ഏത് നിമിഷവും ഒരു ദുരന്തത്തെ നേരിടാൻ സന്നദ്ധമാകേണ്ട വിധത്തിൽ ദുരന്ത മുനമ്പിലാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സവിശേഷമായ സാഹചര്യത്തെ കേരളം അഭിമുഖീകരിക്കുകയാണ്, പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിശദമായ പദ്ധതികൾ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയും വയനാടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം വലിയ റിസ്ക് ഉള്ള പ്രദേശങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു മാറ്റം ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ പ്രകൃതിയിലുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവൻ നഷ്ടപ്പെടാതെ, നമുക്ക് ദുരന്തങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല, ദുരന്തങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു മാസ്റ്റർ പ്ലാൻ നമുക്കുണ്ടാവണം. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായമുണ്ട്, ചില കാര്യങ്ങളിലുള്ള വിമർശനങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം തീരുന്നത് വരെ ഞങ്ങൾ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല, മറിച്ച് അവർ ചെയ്യുന്ന എല്ലാത്തിലും പങ്കാളിയായിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള ഒരു പുതിയ ഒരു ക്രിയാത്മകമായ ഒരു പ്ലാൻ, ലോങ് ടേം പ്ലാനിന് വേണ്ടി നിർദ്ദേശങ്ങൾ വെക്കാനും അത് ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. വന്നിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് പറയുകയും ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹം BJPയുടെ പ്രതിനിധി അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചും മറ്റെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ദുരന്തമുഖത്ത് നമ്മളത് പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ദുരന്തമുഖത്തത് പറയാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിൽ ഏകദേശം 400 മേൽ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതെ ആയിപ്പോയി കഴിഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് ഉന്നയിക്കുമ്പോൾ എന്തിനാണ് BJPയുടെ പ്രതിനിധികൾ അവിടെ രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നത്? എന്തിനാണ് കേരളത്തിലുള്ള, ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് എത്രമാത്രം പരാതി ഉണ്ടെങ്കിലും അഭിലാഷേ, ഒരു കാര്യം ഞാൻ പറയാം, നമ്മളൊക്കെ എക്സ്റ്റെൻസീവായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് എത്രമാത്രം പരാതികൾ ഉണ്ടെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പോലെയുള്ള പ്രകൃതി ചൂഷണം കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികളുടെയും പ്രകൃതി സംരക്ഷണ പ്രവർത്തകരുടെയൊക്കെ ജാഗ്രത, ഒട്ടേറെ പരാതികളുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് മറ്റു പല ഇടങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രമാത്രം കൈമോശം വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് ഒരു ദുരന്ത മുഖത്ത് വെച്ചുകൊണ്ട് എന്തിനാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ആ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. ആ ആരോപണങ്ങൾ ഉന്നയിക്കാതെ അൺകണ്ടീഷണൽ ആയിട്ട് അന്ന് ആ പാർലമെന്റിൽ നിങ്ങൾ ഈ ദുരന്തത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കേണ്ടതായിരുന്നു. ഈ വയനാട് ഞാൻ ഉണ്ടായിരുന്നതാണ്. വയനാട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തിന് ശേഷം പിന്നെ കേന്ദ്ര സർക്കാരിനെ ഇവിടെ കാണാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. പിന്നെ വരുന്നത് നാളെയാണ്. ഇപ്പൊ നാളെ അദ്ദേഹം വരുമ്പോൾ തന്നെ നോക്കൂ, അവിടുത്തെ രക്ഷാപ്രവർത്തനം ഒരു ദിവസം നിർത്തിവെക്കേണ്ടി വരികയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അത് ഒരു പ്രകൃതി ദുരന്തത്തിന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ കുറേയൊക്കെ പ്രോട്ടോക്കോളൊക്കെ കുറച്ച് സംരക്ഷണമൊക്കെ കുറച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ കൽപ്പറ്റ ടൗൺ മുതൽ മുഴുവൻ ബാരിക്കേഡ് ചെയ്ത് അവിടെ മുഴുവൻ ഇതായിരിക്കും. ഞാൻ പൂർണ്ണമായൊന്നും അതിനെ വിമർശിക്കുന്നില്ല, പക്ഷെ അത് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ അവിടെ നോക്കൂ, ഇപ്പൊ പറയാനാണെങ്കിൽ നമുക്ക് പറയാൻ പാടില്ലേ? 2018 പ്രളയത്തെക്കുറിച്ച് പറഞ്ഞു, BJPയുടെ പ്രതിനിധി പറഞ്ഞു, അവിടെ അരിക്ക് കൊടുത്ത പൈസ തിരിച്ച് കേരളത്തിൽ അടയ്ക്കേണ്ടി വന്നു. അവിടെ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേന വിട്ടയച്ച ഹെലികോപ്റ്ററിന്റെ പൈസ തിരിച്ചു ചോദിച്ചു. അത് അവസാനം പിന്നീട് കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതും കേന്ദ്ര സർക്കാരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആ ചർച്ചയിൽ സ്വരമുയർത്തി, ഞങ്ങളൊക്കെ ഏറ്റവും ഇത് ചെയ്തത്, നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് സംസാരിക്കല്ലേ, നമ്മൾ ഈ ചർച്ചയിൽ സ്വരമുയർത്താതെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ നമ്മൾ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മൾ പറയുന്നു. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിന് അത് സാധിച്ചില്ല? എന്തുകൊണ്ട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MP ആയ തേജസ്വി യാദവിന് ഇന്ത്യയുടെ പാർലമെന്റിൽ അൺകണ്ടീഷണലായിട്ട് കേരളത്തിന് ദുരന്തത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല? പകരം രാഹുൽ ഗാന്ധിയെയും കേരളത്തെയും അപമാനിക്കുന്ന രീതിയിൽ, വിമർശിക്കുന്ന രീതിയിൽ പോകേണ്ടി. അവിടെ ഒരു വലിയ ഒരു എന്താ പറയുക, നമുക്കൊരു ഒരു വിമർശനമല്ല ഞാൻ പറയാം, നമുക്കൊരു പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളം എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് പുതിയൊരു പ്ലാൻ ഉണ്ടാവേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ചർച്ചകളെല്ലാം നമുക്ക് നടത്തണം. അതിനെല്ലാം വലിയ ഒരു പ്രകൃതി സംരക്ഷണം ഏറ്റവും വലിയ അജണ്ടയാക്കി മാറ്റിക്കൊണ്ട് നമ്മളുടെ വികസന സങ്കല്പങ്ങൾ തന്നെ മാറേണ്ടതായിട്ടുണ്ട്. ആ സങ്കല്പത്തിലേക്കൊക്കെ നമുക്ക് എത്താം. പക്ഷെ അതിനു മുമ്പ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടില്ല.
ആ രക്ഷാപ്രവർത്തനം പൂർണ്ണമാവാതെ ഇരിക്കുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയായിട്ട് നാളെ അദ്ദേഹം അവിടെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെല്ലാം അപ്പുറത്തു നിന്നുള്ള വലിയൊരു പിന്തുണ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ പോലും അതിനപ്പുറം നിൽക്കുന്ന ഒരു പിന്തുണ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഞാൻ ശുഭാപ്തി വിശ്വാസം തന്നെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ നാളെ പ്രധാനമന്ത്രി വരുന്നു, മറ്റന്നാൾ ജനകീയ തെരച്ചിലാണ്. ഇന്ന് തെരച്ചിൽ നടത്താൻ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും 11 മണി വരെ തെരച്ചിൽ നടന്നുള്ളൂ. മറ്റത് പിന്നീട് ഞായറാഴ്ച എന്നുള്ളതിലേക്ക് മാറ്റുന്നു. ഇനി ഇപ്പോൾ ഞാൻ അവിടെ കണ്ട ആളുകളെ സംബന്ധിച്ചൊക്കെ അവരുടെ പ്രതീക്ഷകളൊക്കെ ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ്. ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഞായറാഴ്ചയോടുകൂടി അവസാനിച്ചാൽ പിന്നെ എന്ത്? പിന്നെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതം തിരികെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പണം അവിടെ പൂർണ്ണമായും ചെലവഴിച്ചാൽ പോലും അങ്ങനെ അതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ക്രൈസിസ് അല്ല. ഇത് വളരെ വിപുലമായ ഒരു പുനരുദ്ധാരണ പദ്ധതി അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിന് CSR ഫണ്ട് മുതൽ മറ്റു തരത്തിൽ സംഭാവന നൽകുന്ന ആളുകളെ വരെ ഉൾച്ചേർക്കാവുന്നതുമാണ്. അതേക്കുറിച്ചൊക്കെ സർക്കാർ എന്തു വേണം എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേരള സർക്കാർ അതിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ പുനരധിവാസത്തിൻ്റെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനങ്ങളും റിപ്പോർട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ രാജു പി നായർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ രാജ്യത്തെ എല്ലാ പാർട്ടികളുടെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് വളരെ സമഗ്രമായ സമയമെടുത്തുകൊണ്ട് തന്നെ ഈ ആളുകളെ പുനരധിവസിക്കുക എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായ ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കാനും പുനരധിവാസം പൂർത്തിയാകുന്നവരെ ഓരോ ആൾക്കും സർക്കാർ ഇപ്പോഴെന്താണ് ഡെയിലി വേജസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ 2 പേർക്കെങ്കിലും 300 രൂപ വെച്ച് കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത്. അവർക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം സൗജന്യമായി കൊടുക്കും. അവർക്ക് മറ്റൊരു വാടക, ഇലക്ട്രിസിറ്റി, മറ്റ് ഒരു ചിലവുമില്ല. എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കും എന്താണ് നിലപാട്. പക്ഷേ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അവർക്ക് ഒരു മുഖ്യധാരയിലേക്ക് പൊതുസമൂഹത്തിലെ സാധാരണ ആളുകളെ പോലെ തന്നെ ജീവിച്ചു പോകാൻ കഴിയുന്ന രീതിയിലുള്ള തൊഴിലും വാസസ്ഥലവും ആധുനിക ജീവിതത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കണം. അതാണ് ഈ ടൗൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കേരളമാകെ ഒന്നിച്ചു നിൽക്കും. അതോടൊപ്പം തന്നെ എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ കലവറയില്ലാത്ത പിന്തുണ വേണം. ആ കലവറയില്ലാത്ത പിന്തുണ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ BJPയുടെ പ്രതിനിധി ശ്യാം രാജ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യം അറിയാവുന്ന എല്ലാവർക്കും അനുസരിച്ച് ഇവിടെ കുടിയേറ്റക്കുണ്ടായ എന്തുകൊണ്ടാണ്? കുടിയേറ്റക്കാരാണോ ഈ പാരിസ്ഥിതിക തകർച്ചയ്ക്ക് കാരണക്കാർ? അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വൻതോതിൽ ഇവിടുത്തെ വനനശീകരണം നടത്തി ഭൂമിയെ ബുൾഡോസറുകൾ വെച്ച് തോട്ടവൽക്കരണത്തിന് വേണ്ടി നിരത്തിയെടുത്ത കൊളോണിസത്തിൻ്റെ നിർദ്ധയമായ ഒരു ചരിത്രം കേരളത്തിലെ വയനാട് ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ട മേഖലയിലെ എല്ലാ പ്രദേശങ്ങൾക്കും പറയാനുണ്ട്. അദ്ദേഹം ഇടുക്കിക്കാരനാണെന്നാണല്ലോ പറയുന്നത്. ഇടുക്കിയുടെ ചരിത്രം എന്താണ്? അപ്പോൾ ഈ കൊളോണിയൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന ഒരു തോട്ടവിള കാർഷിക സംസ്കൃതി ഇവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ടെന്താണ് വലിയ രീതിയിൽ ജനപദങ്ങളുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ, ചുരുൾമല എന്നൊക്കെ പറയുന്നത് കുടിയേറ്റമല്ല. ഈ കോട്ടയത്തു നിന്നും തിരുവിതാംകൂറിൽ നിന്നും വന്ന കുടിയേറ്റക്കാരല്ല അവിടെ എന്താണ്? അവിടെ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ ഈ കേരളത്തിനകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ തോട്ടമുടമകൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പ്ലാന്റർമാർ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരും അവരുടെ തലമുറകളുമാണ് അവിടെ താമസിക്കുന്ന ആളുകൾ, അവിടുത്തെ വാസികൾ എന്ന് പറയുന്നത്, താമസക്കാരെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കുടിയേറ്റത്തൊക്കെ വെറുതെ കേവലമായ തങ്ങളുടെ ഒരു വിദ്വേഷ അജണ്ടയിൽ നിന്നുകൊണ്ട് കുറ്റപ്പെടുത്തരുത്. ഇതുപോലുള്ളൊരു ദുരന്തം നടന്നു കഴിയുമ്പോൾ അദ്ദേഹം എന്തൊക്കെ നറേഷൻ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്? ഈ ചർച്ചയിലെ നമ്മളെല്ലാവരും തന്നെ ഒരു തുറന്ന സമീപനം സ്വീകരിക്കണം. മനുഷ്യർ ഏറ്റവും വലിയൊരു ഒരു ദുരന്തത്തെപ്പെട്ട് മരിച്ചു പോവുകയാണ്. ഇതിന് സമാനമായ അനുഭവങ്ങൾ ഇന്ത്യയിൽ എവിടെയും ഉത്തരാഖണ്ഡിൽ കേദാർനാഥിലൊക്കെ 6000-ഓളം ആളുകളാണ് പ്രളയത്തിലും ഉരുൾപൊട്ടിലും ഒഴുകിപ്പോയത്. എത്ര മനുഷ്യരെ തെരഞ്ഞു പിടിച്ചു, എത്ര ദിവസം തെരച്ചിൽ നടത്തി. അതിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ, ഈ ഉത്തരാഖണ്ഡിലെ മലമ്പ്രദേശങ്ങളിലോ താമസിക്കുന്ന ആളുകളെ എവിടെയെങ്കിലും പുനരധിവസിപ്പിച്ചോ? 2000-ലെ ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളല്ലേ? അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്ത് തർക്കിക്കേണ്ട, പരസ്പരം തെറ്റിപ്പിരിയേണ്ട സന്ദർഭമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ വളരെ സംയമനപൂർവ്വം ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷേ അദ്ദേഹം കൊത്തിക്കൊണ്ടിരിക്കുകയാണ്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പുനരധിവാസമൊന്നുമല്ല പ്രശ്നം. അതുകൊണ്ട് ഉത്തരവാദിത്വപൂർവ്വം ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ സാമൂഹ്യ പ്രവർത്തകരല്ല. നമുക്ക് രാഷ്ട്രീയമായ വീക്ഷണവും അഭിപ്രായ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇടതുപക്ഷ സർക്കാർ, കേരളത്തിലെ സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനങ്ങളിലെ വീഴ്ചകളോ ദൗർബല്യങ്ങളോ ആർക്കും ചൂണ്ടിക്കാണിക്കാം. ഡിസൻറ്റുകൾ ഉണ്ടാകും.
വിയോജിപ്പുകൾ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസം ഇത് ഇടതുപക്ഷ മുന്നണിക്കോ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനോ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. കേരള സമൂഹം ഒന്നാകെ വയനാടിനോടൊപ്പം നിൽക്കണം. ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ മാതൃകാപരമായി നമുക്ക് പുനരധിവസിക്കണം. അതിനാവശ്യമായ ആലോചനകൾ, പ്ലാൻ, അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി, അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള വിഭവങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മളെല്ലാവരുടെയും അഭിപ്രായങ്ങളും നമ്മുടെ എല്ലാവരുടെയും സഹകരണവും മൂലം ഉണ്ടാക്കിയെടുക്കണം, സ്വരൂപിച്ചെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ലോകത്ത് ഇപ്പൊ അമേരിക്കൻ നഗരങ്ങൾ, കത്രീന എന്താണ്, അമേരിക്കൻ നഗരങ്ങളെ തന്നെ പ്രളയത്തിൽപ്പെടുത്തി. എത്ര ആളുകൾക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടു പോയി. കത്രീന കൊടുങ്കാറ്റും പ്രളയമൊക്കെ ഉണ്ടാക്കിയ അനുഭവങ്ങൾ അമേരിക്ക എങ്ങനെയാണ് അവർക്ക് ലോകബാങ്ക് പോലുള്ള ഇന്റർനാഷണൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ വലിയ സഹായം കിട്ടി. അമേരിക്ക പോലെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന് അത്തരം ഏജൻസികളിൽ നിന്ന് പണമെടുത്ത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പുനരധിവാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കേരളം പോലെ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു മൂന്നാം ലോക ദേശീയതയിൽപ്പെട്ട രാജ്യത്തിന് ഒരുപാട് പരിമിതികൾ വിഭവ സമാഹരണത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? നമ്മളെ സഹായിക്കാൻ തയ്യാറുള്ള സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഒക്കെ ആശ്രയിച്ച് ആവശ്യമായ മൂലധനം, ആവശ്യമായ എന്നുള്ളതാണ് എന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ പോകാൻ എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ചർച്ച അവസാനത്തെ ഘട്ടത്തിലാണ്. ശ്യാംരാജ്, നമ്മൾ വയനാട്ടിൽ കണ്ട ഏറ്റവും നല്ല ഒരു കാര്യം, അവിടെ ദുരന്തമുഖത്ത് DYFI, യുവമോർച്ച, യൂത്ത് കോൺഗ്രസ്, SDPI എന്നൊന്നുള്ള ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് ഒറ്റ കൈയായി അവിടെ രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനും ഒക്കെ മുന്നിട്ടിറങ്ങിയത് വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ആ ഐക്യം നിലനിർത്തുക എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ദുരന്തം മറികടക്കാൻ അത്യന്താപേക്ഷിതമാണല്ലോ. അപ്പോൾ മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുള്ള ഒരു സമീപനം ഇനി പുനരധിവാസത്തിന്റെ കാര്യത്തിലും കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ? പ്രത്യേകിച്ച് അതിന് വലിയ ഫണ്ട് ആവശ്യമുണ്ട്. അല്ല, തീർച്ചയായിട്ടും അഭിലാഷ്, ഞാനത് പറഞ്ഞല്ലോ. അതിനകത്ത് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഞാൻ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വന്നത് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയം പറയാനോ മറ്റാരെയും കുറ്റപ്പെടുത്താനല്ലോ. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യം പറയുമ്പോൾ അത് കുറ്റപ്പെടുത്തലാണെന്ന് പറയരുത്. ഈ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ ഈ മുഴുവൻ സംവിധാനങ്ങൾക്ക്, അത് കേരള സർക്കാരെന്ന് വെച്ചാൽ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം. അത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇന്നും 500ഓളം വരുന്ന ആളുകൾ ടോയ്ലറ്റ് പോലും ഇല്ലാതെ താമസിക്കുന്നുണ്ട്. നിങ്ങൾ പോയി നിങ്ങളുടെ ക്യാമറമാനെ പറഞ്ഞു വിട്. അത് പറയുമ്പോൾ ഈ കേട്ടി കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് എന്താണ് ഇത്ര വിഷമം തോന്നുന്നത്? അത് തിരുത്തേണ്ടേ? അവിടെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടേ? അല്ലെങ്കിൽ ഇനി ഫണ്ട് വരുമ്പോൾ അവർക്ക് അലോക്കേറ്റ് ചെയ്യണ്ടേ? അങ്ങനെ പറയുന്നതിന് പകരം എന്തോ കുത്തി സംസാരിച്ച് എന്താ പറയുന്നത്? സത്യം പറയുന്നത് കുത്തി സംസാരിക്കലല്ല, അത് തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യത തേടലാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അദ്ദേഹം ഉണ്ടാക്കണം. രണ്ടാമത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇതും രാഷ്ട്രീയം പറഞ്ഞെന്ന് വിചാരിച്ചിട്ടുള്ള ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസും 2018 മുതൽ പറയുന്നതാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ആർമി അതോടൊപ്പം ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചതിന് പണം തിരികെ വാങ്ങിയത്. ഇത് സാങ്കേതികമായിട്ടൊരു പ്രശ്നം മാത്രമാണ് അഭിലാഷ്. അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് NDRF-ലോട്ട് കേന്ദ്ര സർക്കാർ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടുണ്ട്. ആ ഫണ്ട് നമുക്ക് ഈ ഒരു ഡിസാസ്റ്റർ, ഈ ഒരു ദുരന്തം വരുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ആർമിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സുകൾക്ക് അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിൽ നിന്ന് മറ്റു കാര്യങ്ങൾക്കായിട്ട് ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഫണ്ടിൽ നിന്ന് ആ പണം ഉപയോഗിച്ചാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ തന്നെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി 100%, അതിൽ ₹1 പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ല, കേന്ദ്ര സർക്കാർ തന്നെ 100% സംസ്ഥാന സർക്കാരിന് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്ത ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ആർമിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നയാ പൈസ പോകേണ്ടതായിട്ടില്ല. ഒരു ബില്ല് ആർമി അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സസ് എത്ര രൂപയാണോ ചിലവായെന്ന് പറയുന്നു, ആ ബില്ല് ഒന്ന് സൈൻ ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ മാത്രം മതി. ഇതിന്റെ പണം മൊത്തം പോകുന്നത് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സാങ്കേതികമായ ഒരു കാര്യത്തിന്റെ പേരിൽ ഈ അവസാന നിമിഷത്തിലെങ്കിലും രാഷ്ട്രീയം പറയുന്നത് നിർത്തണം എന്നാണ് എനിക്ക് കോൺഗ്രസിനോടും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോടും പറയാൻ. പ്രധാനമന്ത്രി വരട്ടെ. വയനാടിനെ പുനരുദ്ധരിക്കാൻ, വയനാടിനെ പുനർനിർമ്മിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയും ചെയ്യാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.